ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിതിനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗൈസ്. സ്റ്റഡി ടേബിൾ മിക്കവറല്ല, മൊത്തത്തിൽ റൂമേ മിക്കവറാണ് ഗൈസ്. മൊത്തത്തിൽ നല്ല കോളമായിട്ട് കിടക്കാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസമായി നമ്മളുടെ കളക്ടർ അവധി തന്നുകൊണ്ടിരിക്കുകയാണ് മഴ പ്രമാണിച്ച്. അതുകൊണ്ടാണ് റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത്. അപ്പോൾ നിങ്ങൾക്കിപ്പം സംഭവം എന്താണെന്ന് പിടികിട്ടി കാണുമല്ലോ. മൊത്തത്തിലൊരു റൂം മിക്കവറാണ്. റൂം മിക്കവറല്ല, റൂം ക്ലീനിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇനിയും വൈകിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ സ്കൂളിൽ പോകുന്നതിന് പരിപാടി ഞാൻ ക്ലീൻ ആക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബെഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ബെഡിൽ ആദ്യം തന്നെ ഞാൻ ബ്ലാങ്കറ്റ് എടുത്ത് മടക്കി വെച്ചു കേട്ടോ. അതിനുശേഷം ബെഡിനകത്ത് 2-3 ഇത് മൊത്തത്തിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു. പില്ലോ കവറൊക്കെ മാറ്റി കേട്ടോ. പില്ലോ കവറൊക്കെ സെറ്റാക്കി. അങ്ങനെ നമ്മൾ അവസാനം ബെഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബോർഡാണ്, എഴുതി പഠിക്കുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം. പിന്നെ ഈ ബോർഡ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മറ്റേ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കേട്ടോ, സെറ്റാക്കി. നമുക്കിനി സ്റ്റഡി ടേബിൾ ക്ലീൻ ചെയ്യാം ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ ആ ഒരു ഡ്രോയിലുള്ള എല്ലാം എടുത്ത് മാറ്റി. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിൽ വെള്ളമാക്കിയിട്ട് നമ്മൾ ഫുൾ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ഇവിടെ ഒരു ഡ്രോ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ ഡ്രോയും കൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേണ്ട ഇങ്ങോട്ട് ഞാനെല്ലാം ഇതിനകത്തോട്ട് ഈ ബാസ്ക്കറ്റിനകത്തോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായ സാധനങ്ങളെല്ലാം. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്ത് വൃത്തിയാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടിയായിട്ട് കുഴഞ്ഞൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് സെറ്റാക്കാം. എന്നിട്ട് ഞാൻ വേഗം തന്നെ ആ ബാസ്ക്കറ്റിലുള്ളതെല്ലാം മിററും ബോട്ടിലും എല്ലാം കൂടി എടുത്ത് സെറ്റാക്കി കേട്ടോ. ആ ബുക്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ ഫുള്ള് പൊടിയായിരുന്നു, എല്ലാം പൊടി പിടിച്ചിരിക്കുമായിരുന്നു. എല്ലാം ഒന്ന് തുടച്ചു കേട്ടോ, വൃത്തിയാക്കി. പിന്നെ എൻ്റെ അലാറമൊക്കെ എടുത്തൊരു മുലക്കോട്ട് വെച്ചു. പിന്നെ ഒരു ഇതിനകത്ത് കുറേ പെൻസിലും പേനയൊക്കെ ആവശ്യമില്ലാത്ത ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി ആവശ്യമുള്ളതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ അതിനകത്ത്. അങ്ങനെ ഈ ഒരു ഭാഗം സെറ്റാക്കി. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് സെറ്റാക്കാം കേട്ടോ. ആദ്യം എടുത്ത് മാറ്റാം നമുക്ക് ആ സാധനങ്ങളൊക്കെ. എന്നിട്ട് നമുക്ക് ഇതുപോലെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അതിൽ തന്നെ അവിടെയും നേരത്തെ പോലെ തന്നെ എല്ലാം എടുത്ത് മാറ്റി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം എല്ലാം എടുത്ത് തിരിച്ച് എടുത്തെടുത്ത് വെച്ചു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ആ 2 സ്ഥലം നല്ല ക്ലിയറാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഈ ഒരു 3 ഡ്രോയാണ് കേട്ടോ. ഇവിടെ വലിയ പണി ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ച് പണി ഉണ്ടായിരുന്നു ഗൈസ്. ആ മേളത്തെ ഡ്രോ നമ്മൾ നേരത്തെ സെറ്റാക്കിയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഡ്രോയിലായിരുന്നു കുറച്ചധികം പണി. ട്രോഫിക്കകത്തൊക്കെ ഭയങ്കര പൊടിയായിരുന്നു. എല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ഞാൻ നേരത്തെ ഓർഗനൈസ് ചെയ്ത് വെച്ചതുകൊണ്ട് അവിടെ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവിടെ ഒന്നും എടുക്കാത്തതുകൊണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ എടുത്ത് വേഗം സെറ്റാക്കി വെച്ചു കേട്ടോ. ആ ട്രോഫിയൊക്കെ തൂത്തതുപോലെ വെച്ചു. തൊട്ട് താഴത്തേനകത്തും കുറച്ച് ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതും പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അവിടെ ബുക്കൊക്കെ ഓർഗനൈസ് ചെയ്ത് നേരത്തെ വെച്ചതായതുകൊണ്ട് അതൊന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ അവിടെ ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ ഔട്ട്. നമ്മളെല്ലാം സെറ്റാക്കി ക്ലീൻ ചെയ്തു കേട്ടോ. ബെഡും സെറ്റാക്കി. ഓക്കെ, നമ്മളെല്ലാം കഴിഞ്ഞു. നമ്മുടെ സ്റ്റഡി ടേബിളും ക്ലീൻ ചെയ്തു. അങ്ങനെ ഫുൾ നമ്മൾ സെറ്റാക്കി ഗൈസ്. ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്.